5 അടി 11 ഇഞ്ച് പൊക്കം, നായർ യുവതി, MBA-കാരി, 5 അടി 11 ഇഞ്ച്. ഭയങ്കര പൊക്കമാണ്. സമാന്തരക്കാരിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു. സമാന്തരക്കാരാ? അതെന്ത് കാര്യം? ജോലി ശമ്പളം ഒന്നും പ്രശ്നമല്ല, നല്ല കുടുംബക്കാരായിരിക്കണം. ഇങ്ങോട്ട് ഉള്ളതുപോലെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം മാമേ. നല്ല കുടുംബക്കാരായ മതിയായിരുന്നു. കല്യാണ ആലോചനയാണോ മാമ? മാമന്റെ കാര്യം നോക്കാൻ മാമ മാത്രമല്ലേ ഉള്ളൂ. മാമന്റെ കാശ് വാങ്ങി തന്നെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഹലോ, ഞാൻ രാവിലെ മാട്രിമോണിയിൽ കണ്ട് വിളിക്കുകയാണ്. പെണ്ണിന്റെ അച്ഛനാണാ? മാമ, ഞാൻ പയ്യനാണ്, ശ്രീകുട്ടൻ. ഉണ്ട്, ജോലിയുണ്ട്. കൃഷി, വാഴ, തെങ്ങ്, പച്ചക്കറി. മലക്കറി കച്ചവടക്കാരന് വേണ്ടേ? അല്ല, ഞാൻ നല്ല തറവാടിയാണ്, നല്ല കുടുംബക്കാരാണ്. തെളിവ് ഒരു കാര്യം ചെയ്യാം. ഞാനേ എൻ്റെ തറവാട് വീട് ഇളക്കി അങ്ങോട്ട് കൊണ്ടുവരാം. താനൊക്കെ ആരുവാ? തൻ്റെ മോളെ കെട്ടാൻ പറഞ്ഞ ജോലി ശമ്പളം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന്? താൻ തൻ്റെ മോളെ കൊണ്ട് റോഡിൽ ഇറങ്ങി നാടാ. തനിക്ക് എത്ര തന്നുണ്ട് വാ? വലിയ കുടുംബക്കാരും എന്തൊക്കെയാണ്? പാട്ട് ശരിയില്ലേ മാമ? മകളെ, ചിലരെ പറ്റി ചിലതൊക്കെ എഴുതി വെച്ചേക്കാം, അതൊന്നും സത്യമല്ല. മാമന് പത്രത്തിലൊക്കെ കണ്ട നമ്പർ വിളിക്കാതെ ഇഷ്ടപ്പെട്ട പിള്ളേരുണ്ടെങ്കിൽ അവരുടെ 2 നമ്പർ ഇട്, അവരും കൂടെ പോരും. മാമ, നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് അറേഞ്ച്ഡ് മാരേജ് മതി. എനിക്ക് അറിയാവുന്നതിന്റെ കയ്യിലെടുപ്പ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ഞങ്ങൾ കുടുംബക്കാരെ നോക്കിക്കോളാം. നിന്റെ മനസ്സിലിപ്പോ എനിക്കറിയാം. ഞാൻ കേശു ആണെങ്കിൽ എന്റെ മനസ്സിലിപ്പോ നടക്കൂ. ഒന്നല്ലെങ്കിൽ അലീന ഫ്രാൻസിസ്, അല്ലെങ്കിൽ ശിവാനി, ഏതെങ്കിലും ഒരെണ്ണേ വീട്ടിലുണ്ടാവുള്ളൂ. പിള്ളേരൊന്ന് കയറി പോയാണ്. ഇവിടെ മനുഷ്യ പെണ്ണ് കെട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരവരെ കളി. പോ. ഞാൻ പോവാ. മതി, ഒന്ന് പോവോ? അടി പോ. ചേച്ചി, എന്റെ മാത്സിന് നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ല. എന്റെ ബുക്ക് അവിടെ നോക്കടാ. ഞാൻ നിന്റെ ബുക്ക് എടുത്തന്നല്ലേ ഉള്ളൂ, തിന്നില്ലല്ലോ. നീ പോയി നിന്റെ അലീന ഫ്രാൻസിസിന്റെ ബുക്ക് എടുത്തു. നീ ഇവിടെ കിളവൻ കേശു. എന്തോ നാടാ ഇത്? ഈച്ചയും ചക്കരയും പോലെ ഇരുന്ന നിങ്ങളിപ്പോ ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ അടി ഉണ്ടാക്കുന്ന? എല്ലാ യുദ്ധങ്ങൾക്കും കാരണം പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് സത്യമാ. എന്ത് നാടേ ഇത്? നമ്മൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? കമോൺ, കൂൾ. ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ കൂളല്ല. ചേച്ചിക്ക് അറിയോ ചേച്ചി, ആ അലീന ഫ്രാൻസിസിന് ഭയങ്കര ജാടയാ. അവളുടെ വിചാരം അവളാ അത്രയും ഭൂമിയിൽ ഏറ്റവും സുന്ദരി. എന്തായാലും നിന്നെക്കാളും ബ്യൂട്ടി അലീന. ബ്യൂട്ടി. ചേച്ചി, നിനക്കൊരു കാര്യം അറിയോ? ഈ അലീനയ്ക്ക് വേറൊരു ലൈൻ ഉണ്ട്. 3rd D പഠിക്കണം നിരഞ്ജൻ. എന്തായാലും ഇവനേക്കാളും നല്ലതാവൻ. ദൈവമേ, ഞാൻ എന്തൊക്കെയാടേ കേക്കുന്നേ? ഞാൻ അന്വേഷിക്കട്ടെ. നീ അന്വേഷിച്ചോണ്ടേയിരിക്കും. ഇവൻ ഈ കാലത്ത് ഒന്നാവുമ്പോണ്ട് ചേച്ചി. എടി, എന്തിനടി വെറുതെ എന്നെ വിളിച്ച് കുറ്റം പറയുന്നേ? നീ പോയി അലീന ഫ്രാൻസിസിനെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആണേ, എനിക്ക് അലീന ഫ്രാൻസിസിനെ ഇഷ്ടമാ. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ പുറകെ നടക്കുന്നേ. എന്തായാലും നീ അലീന ഫ്രാൻസിസിന്റെ അടുത്ത് വരുന്നൊന്ന് കാണട്ടെ. അവൾ എന്തായാലും എന്റെ ക്ലാസ്സിലല്ലേ? നിന്റെ ക്ലാസ്സിലാണെങ്കിലേ അവൾ എന്റെ പെണ്ണാ. ഞാൻ വലുതാവുമ്പോ അവളെ തന്നെ കല്യാണം കഴിക്കും, ഉറപ്പടി. നീ എന്തായാലും അലീന ഫ്രാൻസിസിനെ കാണണായിരിക്കും. കാണാലോ. എന്റെ ക്ലാസ്സിൽ അലീന ഫ്രാൻസിസിനോട് ലവ് അത്ര. അതുമല്ലാതെ എന്റെ അലീന ഫ്രാൻസിനോട് കുറ്റം പറയുവാ. പിന്നെ അവൾക്ക് ഭയങ്കര ചാട അത്ര. അതിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് അവളെ ഇഷ്ടമാ. എന്തായാലും അവളെ ജാടാക്കി കളഞ്ഞിട്ട് അവളെ ഞാൻ കിട്ടു. അങ്ങനെയെങ്കിലോ അല്ല കുറ്റമുണ്ടോ? അമ്മ ഇവൻ പറയുന്നത് ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് 2 പൊരിഞ്ഞ തല്ല് ആണോ ഇല്ലടാ നിനക്ക്? അതെ, ഞാൻ ചേട്ടനാണെന്ന് നോക്കില്ലട്ടാ. ഞാൻ അലീന ഫ്രാൻസിസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവൻ ചീത്ത ചേട്ടനാ, ഒന്നും പറഞ്ഞ് സംസാരിക്കൂല. എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും. അതാണ് ഇതാണെന്നൊക്കെ. മതിയാക്ക്.
തൽക്കാലം തുറച്ച്